ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പൊന്നെ, ഞാൻ ഇറങ്ങിയപ്പം മുതൽ മഴയായിരുന്നു. ഫുള്ള് മഴ നനഞ്ഞ് പള്ളിക്കോട് ആയപ്പം മുട്ടും ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മഴ. ഞാൻ പിന്നെ ഒരു ഒരു മണിക്കൂർ ഒരു കടയുടെ ഇവിടെ കയറിയിരുന്നു. ഞാനിപ്പം ഇന്നത്തെ ഡെസ്റ്റിനേഷൻ അച്ചൻകോവിലാണ്. അച്ചൻകോവിൽ കണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അച്ചൻകോവിൽ അടുക്കുന്നു മീൻസ് ഇനി ഒരു 20 കിലോമീറ്ററോടെ കാണും. അപ്പോൾ ഞാനിപ്പം കോന്നി റിസർവ്ഡ് ഫോറസ്റ്റിനകത്തോട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് വൈബ്, ഒരു രക്ഷയില്ല. എന്താ പറയണത് അതിന് ഞാനെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത്രയും റെസ്റ്റ് വന്നതും കൊണ്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് എടുക്കാന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ സമ്മതിച്ചില്ല എടുക്കാൻ കേട്ടോ. സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നുണ്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇനിയും അങ്ങോട്ട് പോവുകയാണ്. കാടിന് നടുക്കൂടെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഇന്നത്തെ സത്യം പറഞ്ഞ ഈ ഡെസ്റ്റിനേഷൻ അച്ചൻകോവിൽ അമ്പലമൊന്നുമല്ല, ഒരു വാട്ടർഫാളാണ്. ആ വാട്ടർഫാളിൽ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് വാട്ടർഫാളിലോട്ട് പോകുന്നത്. അപ്പം അച്ചൻകോവിൽ നിന്ന് കുറച്ചൊരു 19 കിലോമീറ്റർ എങ്ങാനും ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ബാക്കി കാഴ്ച അവിടെ ചെന്നിട്ട് കാണാം. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് വരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ഒരു റൂട്ട് ഇത്രയും നേരമായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങും ഇങ്ങുമൊക്കെ മറ്റേ ആനപ്പിണ്ടം കണ്ടു. ആനയുടെ സൈറ്റിംഗ് ഒന്നും കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. റോഡിലും കാണാൻ ഞാൻ എന്തോ ചെയ്യുന്നത് എനിക്കറിയാത്ത. അയ്യോ, ഇത് ഏത് വഴിയാന്ന് പോലും അറിയില്ല. കാലിന് നടക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ കട്ടർ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി പോകുന്നതിൽ കട്ടറായിരുന്നു. ഒന്നും പറയണ്ട. ഇത് കൊടുത്തു നോക്കൂ. എന്താ ഇവിടെ എൻ്റെ മുകളിലൊക്കെ ആന കാണാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. കാണുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചെറുപ്പം പോവാം. അങ്ങോട്ട് പോകുന്നതായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. അയ്യോ, കുടിയായിരുന്നു. ഇത്രയും നേരം ചവിട്ടിയിട്ട് എനിക്ക് ആദ്യത്തെ സൈറ്റിൽ കിട്ടുന്നുണ്ട്. മയിലുകൾ നിൽക്കുന്നുണ്ട്. ഇതെല്ലാവരും കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ മേളിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നെ കണ്ടിട്ട് താഴോട്ടിറങ്ങിയാണ് അവിടെ പോയി. കാണാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നു. എൻ്റെ പൊന്നെ, അഡ്വഞ്ചറസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വെള്ളം കിടക്കുന്നത് നമുക്ക് ഭയങ്കര അഡ്വഞ്ചറസ്. എൻ്റെ പൊന്നെ, ഞാൻ സത്യം പറഞ്ഞ കാടിൻ്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടുപോയി. ഞാൻ ചവിട്ടി തീരുന്നില്ല. ഞാൻ അവസാനം ലൊക്കേഷൻ നോക്കിയപ്പോൾ പിന്നെ 29 കിലോമീറ്റർ കാണിക്കുന്നു. എൻ്റെ പള്ളി, ഞാൻ എത്ര അടുത്ത് ആനപ്പിണ്ടം കണ്ടുപോയിരുന്നു. നമുക്ക് ആനയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുവാണെന്ന് ഞാൻ വിചാരിച്ചു വല്ല പുലിയോ ആനയോ വല്ല പിടിച്ചത്. അവസാനം തുടങ്ങി ഏതൊക്കെ പറഞ്ഞു കാട്ടുകോഴി എന്തോ. ഇനി ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ചാടി വരുന്ന ആർക്കറിയാം. അവസാനം എനിക്കൊന്ന് റിസർവ് ഫോറസ്റ്റിൽ ചെയ്യണമെന്ന് തോന്നുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യണമെന്ന് തോന്നുന്നു. പുള്ളി ഫാമിലിയായിട്ട് ഈ കാട്ടിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നു. ചേട്ടാ ഇവിടെ അതായത് ഞാൻ ഇവിടെ പോവാ, അച്ചൻകോവിലോട്ട് പോവാണ്. ഇനി ഇവിടുന്ന് കണ്ട് 18 കിലോമീറ്റർ എങ്ങാണ്ട് അച്ചൻകോവിലോട്ടുണ്ട്. ഞാൻ ഇനി എത്രയും ചവിട്ടണം. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കട്ട മഴ. ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് മാനിമൽസൊന്നും വരാഞ്ഞത് ഓക്കെ, പക്ഷേ കാടിൻ്റെ നടുക്കൂടെ ഒറ്റയ്ക്കോ ആരും ഇല്ലെന്ന് ആലോചിച്ച്. പുറകെ കൂടെ വണ്ടിയില്ല. ഞാൻ ഫ്രണ്ടിൽ കാടുന്നത് ഒത്ത കാടാ. ഞാനിങ്ങനെ സൈഡൊക്കെ നോക്കിയാൽ പോകുന്നത് എന്തേലും ചാടി വരുമോ ഭയങ്കര തന്നെ കേട്ടോ വിഷയം. അടിപൊളി. എനിക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഒത്തിരി നല്ല സ്ഥലം ഉണ്ടായിരുന്നു. നിർത്താൻ പറ്റുമോ? നിർത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് കയറ്റിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഡൈസരിക്ക് പോകുന്നു. അയ്യോ, അടിപൊളി. അച്ചൻകോവിൽ ഈ റൂട്ട് എനിക്കറിയത്തില്ല ആരെയും എത്ര പേര് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഒറ്റ റൂട്ട് കേട്ടോ. ഇങ്ങനല്ല, ഇതിനെക്കാട്ടി അടിപൊളി സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിർത്തിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ആനിമൽസിൻ്റെ ഐറ്റിങ് വല്ല ആന വല്ലതും വന്ന് കുട്ടുമെന്ന് പേടിച്ച് ഞാൻ ഇങ്ങനെ പോകുന്നു. എന്തെങ്കിലും കൊള്ളാം കേട്ടോ. അടിപൊളി. ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ കാണിക്കാം. ഉണ്ട്
ഓ അങ്ങോട്ട് പോട്ടെ. ഇനി കൊണ്ടൊരു 20 കിലോമീറ്ററെങ്കിലും കഷ്ടിച്ച് കാണും. നോക്കട്ടെ. പോകുന്ന വഴിക്ക് ഇപ്പം മയിലിനെ കണ്ടു, പിന്നെ വേറെ കാട്ടുകോഴി കണ്ടു. ഇനി എന്തെങ്കിലും കാണുമെങ്കിൽ എടുക്കാം കേട്ടോ. വണ്ടി താന്നു പോയി, എനിക്ക് സൈഡ് തന്നതാ. വണ്ടി ഇവിടെ താന്നു പോയി. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ചേട്ടന്മാർ സൈഡ് തന്നതാ. സൈഡ് കണ്ടു ഇങ്ങനെ ഇതായി ഇങ്ങനെ വന്നു. ചേട്ടന്മാർ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം. എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പ്രമോദ്, വിമൽ, പ്രവീൺ, രാജേഷ്. അപ്പം ചേട്ടന്മാരെ സഹായിച്ച് വിട്ടിട്ടുണ്ട്. ഈ മേലോട്ട് പോയി അച്ചൻകോല് വെച്ച് കാണാം. ശരി ശരി, നടക്കട്ടെ. രക്ഷയില്ലാട്ടോ, കൊള്ളാം, അടിപൊളി. നമുക്ക് പോകുന്ന വഴി തന്നെ കാണാൻ പറ്റുന്നൊരു ചെറിയൊരു വെള്ളം ഒഴുകി പോകുന്നുള്ളൂ, ചാട്ടമൊന്നുമില്ല. ജസ്റ്റ് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന നല്ല രസമുണ്ട്. കാണാൻ നല്ല രസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാ. ഈ കുറച്ചുകൂടെ ഉള്ളൂ അച്ചൻകോവിലൊരു ഐ തിങ്ക് 5 കിലോമീറ്ററോടെ കാണുമായിരിക്കും. ഈ ഫോൺ എടുക്കാൻ പറ്റില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര മഴ ഉണ്ടോ. അല്ല, ഈ ക്യാമറയിൽ ഇത് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, വെള്ളം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ നിന്ന് ഞാൻ അച്ചൻകോവിൽ അമ്പലം കഴിഞ്ഞ് അച്ചൻകോവിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഞ്ഞി കുടിച്ച് തിരിച്ച് കുമ്പവരട്ടി വാട്ടർഫാൾസ് വന്നപ്പോഴാണ് അറിഞ്ഞത് കൂട്ടിയേക്ക് വന്ന്. അവിടെ നിന്ന് ഇവിടെ വരെ ചവിട്ടി സ്ഥലം നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, എന്നാലും വന്ന വഴിയിൽ നല്ല അടിപൊളിയായിരുന്നു. റൂട്ട് വെയിലായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. മഴയായിപ്പോയി മൊത്തം, നല്ല മഴയായിരുന്നു. ഞാൻ ഫുൾ മഴ നനഞ്ഞാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കുമ്പവരട്ടി വാട്ടർഫാൾസിൻ്റെ തൊട്ട് താഴെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് കുമ്പവരട്ടി പൂട്ടി വെച്ചേക്കുന്നത് രക്ഷയില്ല. 2 വർഷം മുന്നേ അങ്ങോട്ട് ആരും വീണ് മരിച്ചെന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അന്നേ പൂട്ടി വെച്ചേക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അറിയത്തില്ല. ഇവിടെ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി നടക്കുന്നു. പിന്നെ ഒരു 5 മൈൽ അങ്ങ് ഇരിപ്പുണ്ട്, പക്ഷെ കാണാൻ പറ്റത്തില്ല. ഇവിടുന്ന് സത്യം പറഞ്ഞ് ഇവിടുന്ന് അവിടെ നടക്കാൻ വയ്യ, അത് വേറെ കാര്യം. പിന്നെ അടിപൊളി റൂട്ടാണ് കേട്ടോ, അതൊരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല, വെയിലായിരുന്നെങ്കിൽ റൂട്ട് ചവിട്ടുന്നതിന് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ മഴ അങ്ങ് മടുപ്പിച്ചോളാം. മഴ ഭയങ്കരമാണ് മടുപ്പിച്ചു. അത് പിന്നൊരു കാര്യം, നമ്മൾ എത്ര വീഡിയോ എടുത്താലും ഉണ്ടല്ലോ, നമ്മൾ കാണുന്നതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ഒരിക്കലും ഞാൻ എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് അല്ലെ വേറെ ആരും എടുത്ത് വീഡിയോയ്ക്കകത്ത് വരത്തില്ല. സത്യമായിട്ടും ഉള്ള കാര്യമായിട്ട് അത് വന്ന് കണ്ട് അനുഭവിച്ചാലേ അതിൻ്റെ സുഖം അറിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. അച്ചൻകോവിൽ പിന്നെ കുമ്പവരട്ടി വാട്ടർഫാൾസ് കഴിഞ്ഞിട്ടൊരു വാട്ടർഫാൾസും ഉണ്ട്, പക്ഷെ അത് ഇവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ കുമ്പവരട്ടി ആയിരുന്നു. സോ കുമ്പവരട്ടി തുറന്നിട്ടില്ല. കുഴപ്പമില്ല, ഇവിടെ വരാൻ പറ്റിയതിൽ തന്നെ വലിയ കാര്യം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി അഡ്വഞ്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു അഡ്വഞ്ചേഴ്സ്. എൻ്റെ പൊന്നെ, കാടിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഒരു രക്ഷയില്ലായിരുന്നു വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു. ആ കാടിൻ്റെ അകത്തൂടെ വരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൊണ്ടത് എടുപ്പിക്കണം. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് ഒരു 15 കിലോമീറ്റർ ഒറ്റയ്ക്ക് കാട്ടിനകത്തോടെ ഒറ്റയ്ക്ക് 15 കിലോമീറ്റർ ചവിട്ടി കഴിഞ്ഞപ്പോഴാണ് 2-3 കാറൊക്കെ വരുന്നത്. കാറ് വന്ന് 4-5 കാറ് വന്ന് അവരെല്ലാം പൊട്ടിപ്പോയി. പിന്നെ ഒരു ചേട്ടനെ കണ്ടത്, പോസ്റ്റ് ചേട്ടനാ തോന്നുന്നു, പുള്ളിക്കാരനെ അവിടെ അങ്ങോട്ട് താമസിക്കുന്നത്. അപ്പം പുള്ളിയെ കണ്ട് പുള്ളിയോട് സംസാരിച്ചു, ഒത്തിരി പേരോട് സംസാരിച്ചു. അച്ചൻകോവിൽ വന്നപ്പോഴത്തേനും ഒത്തിരി പേര് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, നൈസ് ട്രിപ്പായിരുന്നു. നോക്കട്ടെ, കുമ്പവരട്ടി ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോയി കണ്ട് നോക്കട്ടെ കേട്ടോ. അപ്പം തുറന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്, ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയില്ല. പക്ഷേ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ ഒരു മയിൽ നിൽപ്പുണ്ട്. ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഓടും അറിയത്തില്ല. ഞാൻ നോക്കാം, അതിനെ കിട്ടുവാണെങ്കിൽ ഞാൻ സെറ്റാക്കാം. കാണാൻ പറ്റുമെന്തോ നീ പോന്നു. പറഞ്ഞു വാല് ചെറുതാ കേട്ടോ, പറന്നു പോകുന്ന തോന്നുന്നു. നമുക്ക് പറന്ന് കയറാനുള്ള പരിപാടി. അടിപൊളി, അത് പറന്ന് കയറിയിരിക്കും. കുമ്പവരട്ടി വാട്ടർഫാൾസ് അടച്ചിരിക്കുകയാണ്.
ഇത് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് വെള്ളം കൂടുതലാണ്, രാവിലെ മഴയായിരുന്നു. സോ വെള്ളം കൂടുതലായതുകൊണ്ട് അടച്ചേക്കാണ്. പിന്നെ ഞാൻ ഇവിടെ വരെ വന്ന് പിന്നെ അതിൻ്റെ ഒരു ചെറിയ ഷോട്ട് എടുത്തതേ ഉള്ളൂ. രസമായിരുന്നു. പിന്നെ ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി കേട്ടോ, പുതിയ ഒത്തിരി പേരെ. എല്ലാവരുടെയും പേരൊന്നും ഓർമ്മയില്ല, പക്ഷേ എന്നാലും ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി. ഇവരൊക്കെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടാം. ഉണ്ടോ, ഇവരൊക്കെ ഇപ്പം പരിചയപ്പെട്ടാണ്. ഇവർ തൃശ്ശൂർ, പിന്നെ കൊല്ലം ഒക്കെയാണ് കൂടുതൽ ആൾക്കാർ. ഞാൻ പരിചയപ്പെട്ടത് എല്ലാവരും കൊല്ലം ആ ഒരു ഇവിടെ നിന്നാണ് വന്നിട്ടേക്കുന്നത്. കൊള്ളാം, എന്തായാലും സംഭവം അടിപൊളിയാണ്. അത് കാണാനുള്ളത് കേട്ടോ. കുമ്പൂരുട്ടി ഇവിടെ കണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു. കുമ്പൂരുട്ടിയുടെ കണ്ട് ഞാനൊരു ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലയർ പോലത്തെ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, കുമ്പൂരുട്ടി വാട്ടർഫാൾ രസമായിരുന്നു. പക്ഷെ എനിക്കൊരു ആനിമൽ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇതുപോലെ എന്നോട് വഴി ചോദിച്ചൊരു 2 പേരുണ്ടായിരുന്നു. അവർക്ക് കിട്ടി സൈറ്റിങ്സ്. അച്ചു, പ്രവീൺ, അവർക്ക് 2 പേർക്കും സൈറ്റിങ്സ് കിട്ടി. മ്ലാവിനെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ കണ്ടത് കുരങ്ങന്മാരെയും പിന്നെ എന്താ ഇത് നമ്മുടെ മയിലൊരു 5 എണ്ണം ഇല്ല അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവരെ കണ്ടു, രസമായിരുന്നു. കുരങ്ങന്മാരിവിടെ ചാടി നടക്കുക. എന്തായാലും കൊള്ളാം, സംഭവം രസമുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് ഇനി തിരിക്കുക, നേരെ വീട്ടിലോട്ട് പോവാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനാണെങ്കിൽ മൊത്തം ഷോട്ട് അടിപൊളി ഷോട്ട്സേ ഉള്ളല്ല. പക്ഷെ എല്ലാം എനിക്ക് കൊള്ളിക്കാൻ പറ്റാത്തതും കൊണ്ട് ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണേ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഇനിയും പ്ലാൻ ചെയ്ത് പോകണം. അപ്പം ഇത് കൊള്ളാം, ബാക്കി നോക്കട്ടെ. കുരങ്ങന്മാർ 2 വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ശരി ഗൈസ്.